ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിതാ രാവിലെ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഇടിയിപ്പം അച്ഛനും മക്കളെല്ലാം മാലയിട്ടതുകൊണ്ട് രാവിലെ തന്നെ ഉള്ള കുളി നിർബന്ധമാണ്. ഞാൻ വേഗം കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേഗം ഓടി അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാളിന് ശേഷം ഇതാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സ്ലാബെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് കേട്ടോ, ക്ലീനെല്ലാം ആക്കിയിട്ടാണ് കിടന്നിട്ടുണ്ടായിന്. പിന്നെ അരിയെല്ലാം അരച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം വേഗം ഞാൻ വന്ന് എല്ലാം പൊന്തീനോ എന്നെല്ലാം ഒന്ന് നോക്കുന്നുണ്ടേ. അത് കാണുമ്പം നമുക്കൊരു മനസ്സമാധാനമാണ്. അപ്പോൾ എപ്പം ഈ ഒരു ഡയലോഗ് ഞാൻ പറയലുണ്ടല്ലേ, അതെന്നത്തെയും പോലെ ഇന്നും ഞാൻ പറയുന്നു. അങ്ങനെ അതെല്ലാം നോക്കിയതിന് ശേഷം അടുക്കള വാതിലെല്ലാം ഒന്ന് തുറക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാനിതാ രാത്രി കിടക്കുമ്പോഴെല്ലാം സാമ്പാറിൻ്റെയും പിന്നെ തേങ്ങയും എല്ലാം പതിവ് പോലെ തന്നെ എല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിനെ. ഇനിയിപ്പം വേഗം അതെല്ലാം ഒന്ന് പെട്ടെന്നൊരു സാമ്പാറെല്ലാം ആക്കി വെക്കണം. ഇപ്പം കുറച്ചായിട്ട് ഞാൻ വറുത്തരച്ച സാമ്പാർ വെക്കലേ ഇല്ലേ. മക്കൾക്കാണെങ്കിൽ അതാണ് ഭയങ്കര ഇഷ്ടവും താനും. ഇന്നിപ്പം ദേവൂട്ടനും തേജും കുറച്ച് ദിവസമായി പറയുന്നു വറുത്തരച്ചിട്ട് തന്നെ വെക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ തലേന്ന് തന്നെ തേങ്ങയെല്ലാം ചിരകി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ആയി, ഉച്ചക്കത്തെ ചോറിൻ്റെ കറിയും ആയി. സാമ്പാർ വെക്കുന്ന ദിവസം നമുക്ക് ഇങ്ങനെയൊരു എളുപ്പപ്പണിയുണ്ടല്ലേ. അപ്പം ഞാനതെല്ലാം നമ്മുടെ ചുവന്ന പരിപ്പാണ് നട്ടിട്ടുള്ളത്. അതാകുമ്പോൾ വേഗം വെന്ത് കിട്ടും. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്ക്. മഞ്ഞപ്പരിപ്പ് ഓക്കെ തന്നെയാണ്, പക്ഷേങ്കിൽ ചുവന്ന പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ കഷ്ണം ഇട്ട് അതിലേക്ക് വറുത്ത മല്ലിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വാമിമാരതായതുകൊണ്ട് ഞാൻ വേറെ തന്നെ പിന്നെ പൊടികളെല്ലാം സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും ബോക്സിലും ആക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ പൊടികളെല്ലാം ഇട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തേങ്ങ വറക്കണം. അതിന് ഞാനിതാ ചീനച്ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ ഏകദേശം നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഞാൻ തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് കുഞ്ഞി കഷ്ണം ചെറിയ ഉള്ളിയും ജീരകവും പിന്നെ കുരുമുളകും കായ് കുരുമുളക് അതിടും. പിന്നെ അതെല്ലാം ഏകദേശം സെറ്റായതിന് ശേഷം ചൂടോടെ പിന്നെ അതിലേക്ക് ചൂടുള്ള ഒരു പിന്നെ തേങ്ങയിലേക്ക് കുറച്ച് ആവശ്യത്തിന് ആ കറിയിൽ വേണ്ട ആവശ്യത്തിനുള്ള കുറച്ച് പിന്നെ നമ്മളെ സാമ്പാർ പൊടി അതും കൂടി ഇടുന്നുണ്ട്. ഇന്ന് വറവിന് കൈപ്പക്കയാണ് കേട്ടോ. മക്കളൊന്നും കഴിക്കില്ല, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ കൈപ്പക്ക വറവാണ് കേട്ടോ. ഏട്ടനും കൂടി കൊണ്ടുപോകണം. ഇപ്പം മാലയിട്ടതിന് ശേഷം ഓഫീസിൽ നിന്ന് കഴിക്കൽ കുറവാണ്, വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോക്ക്. അപ്പം മക്കൾക്ക് പിന്നെ വൈകുന്നേരം അല്ലേ, ഉച്ചക്ക് സ്കൂളിൽ നിന്ന് കഴിക്കും, വൈകുന്നേരം മാത്രമേ ചോറ് വേണ്ടൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം കൈപ്പക്ക വറവിൽ ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം ഞാൻ വർക്ക് ഏരിയയിലാണ് ഉള്ളത്. ഏകദേശം പിന്നെ വെളിച്ചം വരുന്നത്രേ. പണ്ട് വീട്ടിൽ കൂടുതലെല്ലാം കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വർക്ക് ഏരിയയിലൊന്നും രാത്രിക്കോ അല്ലെങ്കിൽ പുലർച്ചക്കൊന്നും വരില്ല, ഭയങ്കര പേടിയാണ്. ആ സമയത്ത് ഭയങ്കര കാടേനെ. ഇപ്പം പിന്നെ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ധൈര്യമായിട്ട് തന്നെ വർക്ക് ഏരിയയിൽ വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണികളെല്ലാം എടുക്കുന്നത്. പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിലെ വെള്ളം എടുക്കാത്തതുകൊണ്ട് കിണറിൽ നിന്ന് കോരിയിട്ട് തന്നെ തലേന്ന് തന്നെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചോറിൻ്റെ വെള്ളവും ചായൻ്റെ വെള്ളമെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ചില സമയം എൻ്റെ അടുപ്പ് തന്നെ ഇങ്ങനെ ഒന്ന് കളിപ്പിക്കും കേട്ടോ, അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ കത്തുക. ഇന്നിപ്പം കുറച്ചൊന്ന് കളിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതാ ഇതേപോലെ ഒരു കടലാസിൽ കുറച്ച് തീയലാക്കിയിട്ട് ആ ഒരു ഗ്യാപ്പില്ലേ അടുപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം പിന്നെ എയറെല്ലാം കുടുങ്ങിയതാണെങ്കിൽ നല്ല അടിപൊളിയിൽ കത്തും. ആ ഒരു പുകയെല്ലാം വരുത്തെല്ലാം നിന്നിട്ട്, ഇത് പുകയില്ലാത്ത അടുപ്പാണല്ലോ, ഇങ്ങനെ പുക വരാൻ പാടില്ല. അപ്പം ഈ ഒരു വരുന്നതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കടലാസ് കത്തിച്ച് കൊടുക്കുന്നത്. അടുപ്പിനോടെല്ലാം കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ചായയെല്ലാം പതിച്ച് ഞാനിതാ ചായപ്പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള പാലെല്ലാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറിൻ്റെ വെള്ളം അപ്പുറത്ത് തിളക്കുന്നുണ്ട്. കൈയോടെ തന്നെ ഇതാ പാലിൻ്റെ കവറെല്ലാം കുലുക്കി കഴുകിയിട്ട് ഇതുപോലെ ചുമരിനെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം വെള്ളമെല്ലാം വാർന്ന് നമ്മളെ പ്ലാസ്റ്റിക് ഇടുന്ന കവറിലേക്ക് അതിട്ട് കൊടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം ഞാൻ ആദ്യം തന്നെ വേവിച്ചതുകൊണ്ട് അതെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതാ മുരിങ്ങാക്കായും പിന്നെ വെണ്ടയ്ക്കെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിന്. വഴറ്റിയിട്ടൊന്നുമില്ല, അതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടികൾ നോക്കാൻ. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചായ പതച്ച് മാറി. അതുകൊണ്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. മറിയുന്നുണ്ടോ ഇപ്പം മറിയുന്നു വിചാരിച്ചിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അവിടെ തന്നെ നിന്നുകൊണ്ട് മറിയാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ബാക്കിയുള്ളതും കൂടി പിന്നെ വെണ്ടയ്ക്കെല്ലാം വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. ഞാനിതാ കുറച്ച് അരിയെല്ലാം എടുത്തിട്ട് ഇടുന്നുണ്ട്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണീച്ചപ്പാടാണല്ലേ വിളക്ക് വെക്കേണ്ടത്. പക്ഷേങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നല്ല ഇരുടായിട്ടുള്ള സമയമാണ്, വെളിച്ചമൊന്നും ഉണ്ടാവില്ല. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കുറച്ച് സമയം ഒരു അരമണിക്കൂറില്ലെങ്കിലും ഒരു കാമണിക്കൂറെങ്കിലും ഞാനങ്ങനെ കത്തിച്ച് വെക്കുക. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന സമയം അതിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വാതിലെല്ലാം നല്ലോണം തുറന്ന് വെക്കണം. അപ്പോൾ ഞാനിപ്പുറത്ത് പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും ആത്തെല്ലാം കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നല്ല വെളിച്ചെല്ലാം വന്നാലാണ് എന്നിട്ട് വിളക്ക് വെക്കുക. അമ്മക്ക് കുറേ ദിവസമായി കാലുവേദന തുടങ്ങിയിട്ട്, അപ്പോൾ ഡോക്ടറെല്ലാം കാണിച്ചിട്ട് മരുന്നെല്ലാം കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മ മെല്ലനെ നല്ല രാവിലെ ഇപ്പം നല്ല തണുപ്പുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അമ്മ മെല്ലനെ എണീച്ചത്. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിതാ പിന്നെ ബാക്കിയുള്ള അരവെല്ലാം ഒഴിച്ച് അതൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള പുളിയും ബാക്കിയുള്ള മസാലകളും എല്ലാം ഇട്ടിട്ട് നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറുത്തിടുന്നതാണ് കേട്ടോ. ഞാനിപ്പം കടുകും ഒരു നുള്ള് ജീരകം ഒരു നുള്ള് ഉലുവ ഇതെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ വറുത്തിടുക. പിന്നെ ആ ചൂട് വെളിച്ചെണ്ണയിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇടുക. അങ്ങനെ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇറക്കി വെച്ചതാണ് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടത്. നല്ല ലൂസായിട്ടുള്ള വെള്ളം പോലത്തെ സാമ്പാർ ഇതാണ് കേട്ടോ ഇവിടെ വേണ്ടത്. ഇത് ഇരിക്കുന്നതോറും കുറച്ച് ടൈറ്റായി വരും കേട്ടോ. തണുപ്പ് തുടങ്ങിയാൽ നമ്മളെ ഇഡ്ഡലി മാവ് അങ്ങനെ പൊന്തൽ കുറവാണ്. ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ലോണം പൊന്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറെല്ലാം വെന്ത് അത് ഞാനിതാ വാർക്കാൻ വേണ്ടിയിട്ട് വെന്തിനോന്നെല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അടുക്കളയെല്ലാം ഒരുവിധം ഒതുക്കി ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ദേവൂട്ടനെല്ലാം എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ കിടക്കപ്പായി തന്നെ നിലവിളി തുടങ്ങും, അമ്മയെ തട്ട് എന്നെ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ ഓനെ ഒന്ന് പുന്നാരിച്ച് അടുക്കളയിൽ കൊണ്ടിരുത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഓൻ്റെ പുന്നാരം തീരൂല. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് സമയം സ്നേഹപ്രകടനാണ്. പിന്നീട് അടുക്കളയിൽ വന്നിട്ട് ബാക്കിയുള്ള ഇഡ്ഡലികളെല്ലാം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്, നല്ല ചൂടാണല്ലോ, അവർ വരുമ്പോഴത്തേക്ക് അതെല്ലാം തണിഞ്ഞ് സെറ്റാവണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇഡ്ഡലിയെല്ലാം ഒന്ന് ഇഡ്ഡലിയെല്ലാം ഒന്ന് പുറത്തെടുത്ത് വെക്കാൻ പോകുന്നതാണ്. ഈ വീഡിയോ തൃക്കാർത്തികേൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ വലിയ മടി കൊണ്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം മക്കളെല്ലാം രാവിലെ തന്നെ പറഞ്ഞയച്ചിട്ട് എനക്കും പിന്നെ നമ്മളെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്ന് പിന്നെ ദേവിക്ക് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം പണിയെല്ലാം ഒരുക്കി ദേവൂട്ടൻ്റെ സ്നാക്സ് ബോക്സും ഉച്ചക്ക് ആടുന്ന നല്ല സാമ്പാറും ചോറും പുളിങ്കറിയും ചോറും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവേ. അതുകൊണ്ട് അവർ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ടെൻഷനേ ഇല്ല. അതുകൊണ്ട് ഞാൻ സ്നാക്സ് എന്തെങ്കിലും ആയിട്ട് നല്ല പിന്നെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തേക്കുവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്നാക്സ് ബോക്സും പ്ലേറ്റും വെള്ളമെല്ലാം സെറ്റാക്കുന്നുണ്ട്. തേജൂട്ടന് പ്ലേറ്റ് വേണം, വെള്ളവും വേണം, വേറെ സ്നാക്സ് ഒന്നും വേണ്ട. ഓനും ഇതേപോലെ തന്നെ നല്ല ചോറും കറിയെല്ലാം ഉണ്ടാവും. ഇന്നിപ്പം ഞാൻ തേവൂട്ടന് പഴം ഒരു കഷ്ണം ആപ്പിളും വന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പഴം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓന് ഇഷ്ടമാണ്. നേന്ത്രപ്പഴം കുറച്ച് കളറെല്ലാം മാറിക്കഴിഞ്ഞാൽ കഴിക്കൂല. തൊലീൻ്റെ കളറ് കുറച്ച് കറുപ്പെല്ലാം ആയിക്കഴിഞ്ഞാൽ ഈ പിള്ളേർ കഴിക്കുകയില്ല. എനിക്കൊന്നും ഒരുവിധം വീട്ടിലെല്ലാം മക്കളുടെ അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. പഴത്തിൻ്റെ തൊലീൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ആപ്പിളും വന്നിട്ടാണ് കൊടുക്കുന്നത്. സ്നാക്സ് ബോക്സ് എപ്പം എടുത്തു വെക്കുമ്പോഴും ആ സമയം ദേവൂട്ടൻ ഓടി വരുവേ എന്നാ വെച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതാ ഇന്നും വന്നിട്ട് നോക്കുന്നുണ്ട്. രണ്ടാൾക്കും കുളിക്കാനുള്ള വെള്ളമെല്ലാം എടുത്ത് വെച്ച് കൊടുത്ത് അവർ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അവരെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷമുള്ളത് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സമയമാണ്. ഞാൻ പിന്നെ വേഗം അതെല്ലാം കഴിഞ്ഞ് വേഗം ബസ്സിൽ കയറി വന്നിട്ടുണ്ട്. വീട്ടിലെത്തി അമ്മേനെയും കൂട്ടിയിട്ട് നമ്മളെ പൊങ്കാലക്ക് വേണ്ടുന്ന അരി തേങ്ങ അതെല്ലാം എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്.
അങ്ങനെ രണ്ടാമത്തെ തവണയാണ് ഞാനിപ്പം പൊങ്കാല ഇടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തത് ഞാൻ ഷോർട്സ് രൂപേണ എല്ലാവരിലും എത്തിച്ചിട്ടുണ്ടായിനെ. ഇപ്രാവശ്യം ഇത് രണ്ടാമത്തെ തവണയാണ്. അപ്പോൾ നമ്മൾ ആറ്റുകാലെല്ലാം പൊങ്കാലയിൽ ഇങ്ങനെ ഇടുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് മനസ്സുകൊണ്ട് ഇടണം എന്നുള്ളത്. പക്ഷേങ്കിൽ അവിടെ നിന്ന് തന്നെ ഇടണം എന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹമല്ല, പൊങ്കാല ഇടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. നമ്മൾ അയ്യപ്പസ്വാമി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ദേവിയും വന്നു. അപ്പോൾ ദേവിക്ക് പൊങ്കാല ഒരു സംഭവമെല്ലാം വന്ന്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഈ ഒരു അമ്പലത്തിൽ ഇപ്പം ഞാൻ പൊങ്കാല ഇടുന്നത്. അങ്ങനെ മെയിൻ അടുപ്പിൽ അവർ പിന്നെ തീയെല്ലാം പകർന്ന് അതിന് ശേഷം നമ്മളും പിന്നെ തീ പകർന്നതിന് ശേഷം അരിയിട്ട് പിന്നെ എല്ലാം തിരക്കല്ലേ, ഭയങ്കര ചൂട് പുക അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഞാൻ ഫോൺ തൊട്ടിട്ടേ ഇല്ല കേട്ടോ. ഒന്നാമത് കടൽ പ്രദേശമാണ്, അതുകൊണ്ട് ഭയങ്കര കടൽക്കാറ്റടിക്കുന്നുണ്ട്, പൂഴി പാറുന്നുണ്ട്, പിന്നെ ഭയങ്കര പുക കരി അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ടില്ല, വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ആദ്യം നമ്മൾ മുന്നിൽ ഗണപതിക്കെല്ലാം വെച്ചതിന് ശേഷമാണ് കേട്ടോ പായസം ആക്കിയത്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പൊങ്കാല പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുഞ്ഞുനാളിൽ തൊട്ടിട്ടേ കാണുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇപ്പം ഈ ഒരു അമ്പലം ഒരു എന്താ പറയുക മഹാക്ഷേത്രമായിട്ട് മാറുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ദേവീൻ്റെ പ്രതിഷ്ഠ ഇപ്പം പുതിയതായിട്ട് വന്നതാണ്. അയ്യപ്പസ്വാമിയും ഗണപതിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പം നാഗം വന്നു, ദേവി വന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം നമ്മളെ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, കുറേ ഭക്തജനങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ അമ്പലം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദേവി പൊങ്കാല നിവേദ്യം എല്ലാവരുടെ പാത്രത്തിൽ നിന്നും ഓരോ കയ്യിലെടുക്കുന്നുണ്ട്. ദേവി എല്ലാവരും സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. പൊങ്കാലയിൽ ഇട്ടതിന് ശേഷം ഞാനിതാ വീട്ടിൽ വന്നിട്ടുണ്ട്, അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുമാമനോട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് കുഞ്ഞുമാമ ഭക്ഷണം കഴിക്കുന്നതിന് അന്നേരം ഈനടുത്ത് മരിച്ച അച്ചാച്ചനെ കൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. നമ്മളെ കുഞ്ഞുമാമനോട് പറഞ്ഞിട്ടില്ല മരിച്ചത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സീനായിരിക്കും, അതുകൊണ്ട് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാനിതാ വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ടുണ്ടേ. തിരിച്ച് മക്കളുടെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.